വീടുമായി ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഞങ്ങൾ കുറച്ച് തിരക്കിലായതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ടൈലിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ വീട്ടിലെ ടൈല് നമ്മൾ വിരിച്ചിരിക്കുന്നത് അപ്പോക്സി ഇടാതെയാണ് വിരിച്ചത്. അപ്പോൾ അങ്ങനെ അപ്പോക്സി ഇടാതെ നമ്മൾ ടൈല് വിരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരു ചർച്ചയുണ്ടായി. അപ്പോക്സി ഇടാതെ ടൈല് വിരിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടോ, അതുകൊണ്ട് ദോഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കുറേ പേര് എന്നോട് പേഴ്സണലി ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷമായിട്ട് അപ്പോക്സി ഇടാതെ നമ്മുടെ വീട്ടിൽ ടൈല് വിരിച്ചത് കൊണ്ടുണ്ടായ ഗുണങ്ങളും ദോഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ടൈല് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടൈൽ പർച്ചേസോട് കൂടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ടൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീടിൻ്റെ ഫർണിച്ചർ ആകട്ടെ, നമ്മുടെ വീടിൻ്റെ കളറാകട്ടെ, സീലിംഗ് ആകട്ടെ, ലൈറ്റുകളാകട്ടെ, എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ടൈല് പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇൻറ്റീരിയറിൻ്റെ കോൺസെപ്റ്റിന് ചേരുന്ന രീതിയിലായിരിക്കണം നമ്മൾ നമ്മുടെ ടൈല് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ടൈല് സെലക്ട് ചെയ്യുമ്പോൾ ഗ്ലോസി ടൈല് വേണോ മാറ്റ് ടൈല് വേണോ എന്നുള്ളതിൽ നമ്മൾ കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്തണം. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമലിസ്റ്റിക് ഇൻറ്റീരിയർ ഡിസൈനാണ് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കോൺസെപ്റ്റുമായിട്ട് ചേർന്ന് പോകുന്നത് മാറ്റ് ടൈലാണ്. പക്ഷേ മാറ്റ് ടൈലിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ബാക്ക് ടു ഹോം ചാനലുകാരുടെ ടൈൽ ക്ലീനിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തിരഞ്ഞെടുത്ത ടൈല് ക്ലീൻ ചെയ്യാനായിട്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് അവർ ആ വീഡിയോയിൽ പറയുണ്ടായി. നമ്മുടെ വീടിൻ്റെ ടൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റിൻ്റെ ഫീല് തരുന്നുണ്ട്, എന്നാൽ ഇത് ചെറുതായിട്ടൊരു ഗ്ലോസിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ സൈഡിലുള്ള ലൈറ്റുകളുടെയൊക്കെ റിഫ്ലക്ഷൻ ചെറുതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സെമി മാറ്റ് ടൈലാണ് സെലക്ട് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ ടൈൽ പർച്ചേസിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സാറ്റിൻ ഫിനിഷാണോ മാറ്റ് ഫിനിഷാണോ അങ്ങനെ പലതരത്തിലുള്ള ടൈലുകളുണ്ടല്ലോ, അതിലേതാണ് തിരഞ്ഞെടുത്തതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഗ്ലോസി ടൈല് നമുക്ക് വീട്ടിൽ വിരിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിച്ച് ലുക്ക് നമ്മുടെ വീടിന് കൊണ്ടുവരാൻ ശ്രമിക്കും. അതായത് കൂടുതലായിട്ട് നമ്മൾ ഇൻറ്റീരിയർ ലൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന വീടുകൾക്ക് ഗ്ലോസി ടൈല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോസി ടൈലുകൾ എപ്പോഴും ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോസി ടൈലുകൾ ഉപയോഗിക്കുന്ന വീടുകൾക്ക് വളരെ ഒരു റിച്ച് എലഗൻ ലുക്ക് ഗ്ലോസി ടൈലുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാം നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈൻ കോൺസെപ്റ്റ് ഏതാണ്, അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ മാറ്റ് ടൈൽ എടുക്കണോ ഗ്ലോസി ടൈൽ എടുക്കണോ എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ തന്നെ എത്തിച്ചേരാം. നമ്മളെല്ലാവരും ഇന്നത്തെ കാലത്ത് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പണി എളുപ്പമാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ടൈല് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്ലീനിങ്ങിന് പ്രാധാന്യം കൊടുക്കുക. അതായത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈല് തിരഞ്ഞെടുക്കാൻ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്താ, നമുക്ക് എങ്ങനെ ടൈലിൻ്റെ ക്ലീനിങ് ചെക്ക് ചെയ്യാം? അതിനുള്ള എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരീക്ഷിച്ചതാണ്, നമുക്ക് സക്സസ് ആയിട്ട് വന്നൊരു ടെക്നിക്കാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടൈല് സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കയ്യിലൊരു കൺമഷിയോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതാം. അതിനുശേഷം നമ്മൾ ആ കടയിൽ ചെന്നിട്ട് ടൈലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കണ്ട് നമുക്കിഷ്ടപ്പെട്ട ഒരു 5-6 ടൈല് നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ആ കടക്കാരുടെ അനുവാദത്തോടു കൂടി തന്നെ നമ്മളവിടെ ഒരു കൺമഷിയോ അതൊന്ന് ജസ്റ്റ് ആ ടൈലിൻ്റെ മീതെ ഒന്ന് തേക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്ലീനിങ് പെട്ടെന്ന് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈല് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലീനിങ് വളരെ എളുപ്പമായിരിക്കും. ഇനിയിപ്പോൾ അതല്ല, കടക്കാർ അങ്ങനെ തേക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണ് കസ്റ്റമർ ഈസ് ദ കിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അതിന് നമുക്ക് ഏതൊരു രീതിയിലും ടെസ്റ്റ് ചെയ്യാൻ, അതായത് അവരുടെ പ്രോഡക്റ്റിന് നാശമില്ലാത്ത രീതിയിൽ ഏത് രീതിയിലും ടെസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം അവരുണ്ടാക്കി തരേണ്ടതാണ്. അത് നമ്മുടെ അവകാശമാണ്, കാരണം നമ്മൾ പൈസ മുടക്കി മേടിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കടക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ചെറിയ ചെറിയ ടെസ്റ്റുകൾ നടത്താനുള്ളൊരു സൗകര്യം ഞങ്ങൾ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കി തരുന്നത് വളരെ ഉപകാരമായിരിക്കും. ടൈലിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ സംസാരിച്ചപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ടൈല് വിരിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോക്സി ഇട്ട് വിരിക്കണോ അപ്പോക്സി ഇടാതെ വിരിക്കണോ? ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡിസൈനിനെ കുറിച്ചിട്ട് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ ചുറ്റുവട്ടത്തുള്ള ടൈലാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ അപ്പോക്സി ഇട്ടാണ് വിരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ലൈൻ വരും. ഈ ഒരു ബ്ലാക്ക് ലൈൻ ഇപ്പം നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ കോൺസെപ്റ്റിൽ ആ ഒരു ബ്ലാക്ക് ലൈൻ ഒരിക്കലും
എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ ഡിസൈനുമായിട്ട് സൂട്ടാവില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അപ്പോക്സി ഇടാതെ വിരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ അപ്പോക്സി ഇട്ടേ വിരിക്കുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ചെസ് ബോർഡ് ഡിസൈൻ കൊടുക്കാതെ ഒരു നല്ല ടൈൽ ലേയിങ് പാറ്റേൺ ഒക്കെ കണ്ടെത്തുക. ഇതുപോലുള്ള നല്ല ടൈൽ ലേയിങ് പാറ്റേൺ ഒക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ നമ്മുടെ പണിക്കാരോട് പറയും, ചേട്ടാ എനിക്ക് ഈ ഒരു ഡിസൈനിൽ വിരിച്ചു തരാൻ പറയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ റേറ്റിൽ കുറച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ടെങ്കിലും അത്തരത്തിൽ നമ്മൾ നല്ലൊരു ലേയിങ് പാറ്റേണിൽ നമ്മൾ അപ്പോക്സി ഇട്ട് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടൈൽ പർച്ചേസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈൽ പർച്ചേസിങ്ങിനോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു മൂഡ് ബോർഡ് സെറ്റ് ചെയ്തു. അതായത് നമ്മൾ എന്ത് കളറാണ് നമ്മുടെ ഭിത്തിക്ക് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫർണിച്ചറിൻ്റെ കളറുകൾ എന്തായിരിക്കും, നമ്മളവിടെ ഉപയോഗിക്കാൻ പോകുന്ന മെറ്റീരിയൽ എന്തൊക്കെയായിരിക്കും, അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് ഇതുപോലുള്ളൊരു മൂഡ് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ മൂഡ് ബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം അതിന് ചേരുന്ന രീതിയിലുള്ളൊരു കളർ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം കോൺക്രീറ്റ് ഫ്ലോറിങ് ചെയ്യാമെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ ടൈലിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടൈല് തന്നെ നമുക്കൊരു കോൺക്രീറ്റ് ഫ്ലോറിങ്ങിൻ്റെ ഒരു ഫിനിഷിങ് തരുന്ന ടൈല് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ മൂഡ് ബോർഡ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കടകളും നമ്മൾ തന്നെ ഒറ്റയ്ക്ക് പോയിട്ടാണ് സെലക്ട് ചെയ്യാൻ പോയത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പണിക്കാരായിട്ട് കൂട്ടിപ്പോയി കഴിഞ്ഞാൽ പണിക്കാർക്ക് കമ്മീഷൻ കിട്ടുന്ന കടകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവർ നമ്മളെ നേരെ ഡയറക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഒരു അന്വേഷണം നടത്താം. അതിനുശേഷം നമ്മൾ കുറച്ച് കടകളിൽ കയറും. നമ്മൾ ഉദ്ദേശിച്ച കോൺസെപ്റ്റിലുള്ള ടൈലുകളും കളറുകളൊക്കെ, നമ്മൾ ഉദ്ദേശിച്ച കോൺസെപ്റ്റും കളറും ഒക്കെയുള്ള ടൈലുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പിൽ വേണം നമ്മൾ പണിക്കാരെയും കൂട്ടി പോകാനായിട്ട്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനൊക്കെ പണിക്കാർക്കാണ് കൃത്യമായിട്ട് അറിയാം. നമ്മളിപ്പോൾ എത്രത്തോളം വീഡിയോ നോക്കി പഠിച്ചാലും ആ പണിക്കാരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകുന്ന ഒരു സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മളതിനെ മാനിക്കണം. അപ്പോൾ അത്തരത്തിൽ നമ്മൾ കടകൾ കണ്ടുവച്ചതിന് ശേഷം നമ്മുടെ പണിക്കാരെയും കൊണ്ടുപോയിട്ട് പറ്റാവുന്ന രീതിയിലുള്ള ക്വാളിറ്റി ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷം പണിക്കാരും കൂടി പറയുന്ന ഒരു ടൈല് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഒരു വീടിന് 1000 സ്ക്വയർ ഫീറ്റ് വീടിന് എത്രത്തോളം ടൈൽ എടുക്കണമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അതിനുള്ളൊരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നമുക്ക് 1000 സ്ക്വയർ ഫീറ്റ് ടൈൽ തന്നെ മതിയാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭിത്തിയുടെ അളവിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്കേർട്ടിങ്ങിന് ഉപയോഗിക്കുക. ഇത് നമുക്ക് പറഞ്ഞത് നമ്മുടെ വീട്ടിൽ ടൈൽ വേണത് ബിനിച്ചേട്ടൻ തന്നെയാണ്. പിന്നെ സ്കേർട്ടിങ് ഒട്ടിക്കുമ്പോൾ ഒരിക്കലും ഉള്ളിലേക്ക് കയറ്റി ഒട്ടിക്കാതെ സ്കേർട്ടിങ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കുന്നതാണ് നമുക്ക് ക്ലീനിങ്ങിന് ഏറ്റവും എളുപ്പം. നമ്മൾ ഏത് കടയിൽ നിന്നാണോ ടൈൽ എടുക്കുന്നത് അവരുടെ റിട്ടേൺ പോളിസി, അതായത് നമ്മൾ കുറച്ച് ടൈൽ ബാക്കി വന്നാൽ അവർ തിരിച്ചെടുക്കുമോ, അതിന് എന്തൊക്കെയാണ് പ്രൊസീജിയർ, അല്ലെങ്കിൽ നമുക്ക് വേറെ ടൈലിലേക്ക് മാറ്റി കിട്ടുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ടൈൽ എടുക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ ടൈൽ പർച്ചേസ് ചെയ്തിട്ട് കുറേ ടൈൽ ബാക്കി വന്നിട്ടുണ്ട്, അതവർ റിട്ടേൺ എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിപ്പോൾ പലർക്കായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട്. ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് പല മുറികൾക്ക് പല ടൈലുകൾ എടുക്കുകയാണെന്നാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാമെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ അത്തരത്തിൽ നമ്മൾ കോസ്റ്റ് കുറയ്ക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റേജ് കൂടും. കാരണം ഒരു മുറിക്ക് വേണ്ട ടൈല് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് എന്തൊക്കെയാലും നമുക്ക് കൂടുതൽ പർച്ചേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ പലതരം ടൈലുകൾ നമ്മൾ ഇങ്ങനെ മേടിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് ഒറ്റ കളറിലുള്ള ഒരു ടൈല് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേസ്റ്റേജ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ആ ഒരു മൊത്തത്തിൽ നമ്മൾ ഒരേ കളറിലുള്ള ഫ്ലോറിങ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാനും നല്ലൊരു എലഗൻറ്റ് ലുക്കായിരിക്കും. ഇനിയിപ്പോൾ അപ്പോക്സി ഇട്ട് വിരിച്ച പ്രശ്നങ്ങളുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോക്സി ഇട്ട് വിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പണിക്കാർക്ക് പണി വളരെ എളുപ്പമായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് എക്സ്ട്രാ കോസ്റ്റും കൂടി കൂടും. കാരണം നമുക്ക് എപ്പോക്സി സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ ലേബർ ചാർജ് ഇച്ചിരി കൂടുതലാണ്. ഇനിയിപ്പോൾ അപ്പോക്സി ഇടാതെ വിരിച്ചിട്ട് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അപ്പോക്സി ഇടാതെ വിരിക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തേതെന്ന് പറഞ്ഞാൽ നമ്മൾ സിമെൻറ്റിൻ്റെയും ടൈലിൻ്റെ പശയുടെ അനുപാതം കൃത്യമായിട്ട് ബിനിച്ചേട്ടനോട് ചോദിച്ച് ആ രീതിയിൽ തന്നെ ബിനിച്ചേട്ടൻ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ വിരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ജോയിൻസൊക്കെ നല്ല കൃത്യമായിട്ട് ജോയിൻറ്റ് ചെയ്ത് അത് ബിനിച്ചേട്ടൻ വളരെ നന്നായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ ടൈല് വിരിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലോറിൽ ഇങ്ങനെ കൈ ഓടിക്കുമ്പോൾ തന്നെ ആ ഒരു തട്ടോ തടച്ചിലോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലില്ല. പിന്നെ അതിൻ്റെ ചെറിയ ചെറിയ ജോയിൻറ്റുകളിലൊക്കെ അപ്പോക്സി നമ്മൾ മേടിച്ചിട്ട് ചെറുതായിട്ട് സെയിം കളർ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തന്നെ അതിനൊരു സീംലെസ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോക്സി ഇടാതെ വിരിച്ച് കഴിഞ്ഞാൽ പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ഒരു വലിയൊരു ഷോറൂമിലുണ്ടായൊരു പ്രശ്നത്തിനെ കുറിച്ചാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാവുമ്പോൾ ഈ ടൈലുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതിന് പ്രധാനമായിട്ട് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് അപ്പോക്സി ഇടാതെ വിരിക്കുന്നതും പിന്നെ അവർ രാവിലെ ഫുള്ളായിട്ട് AC ഉപയോഗിച്ചിട്ട് വൈകിട്ട് ഈ AC ഓഫ് ആക്കുമ്പോൾ ഈ ടൈലിന് ശ്രിങ്കേജ് ഉണ്ടാകുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കണതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബിനിച്ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ടൈല് വിരിക്കാതിരിക്കുന്നതും അതേപോലെ തന്നെ പശയുടെയും സിമെൻറ്റിൻ്റെ അനുപാതം അറിയാലോ. ഇപ്പോൾ ഒരു ഷോപ്പിൽ നമ്മൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ പണിക്കാർ വന്ന് എങ്ങനെ വിരിച്ചു പോകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിൽ കെയർലെസ് ആയിട്ട് വിരിച്ചതായിരിക്കാം ഒരു പ്രശ്നം എന്നാണ് ബിനിച്ചേട്ടൻ പറഞ്ഞത്. എന്നാലും ഞാൻ ചോദിച്ചത് നമ്മളിപ്പോൾ എത്ര കാശ് മുടക്കി വീട് പണിയണമാണല്ലോ, നമ്മളിങ്ങനെ വിരിച്ച പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ ബിനിച്ചേട്ടൻ അതൊന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് വിരിച്ചോ, നമുക്ക് ഇന്ന രീതിയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല. നമ്മൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ടൈലാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. പിന്നെ ബിനിച്ചേട്ടൻ നന്നായിട്ട് വിരിച്ചിട്ടുണ്ട്. എല്ലാം കല്ല് വച്ച് ലെവൽ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ടൈല് വിരിച്ചത്. അതേപോലെ തന്നെ ചെറിയ ചെറിയ ജോയിൻറ്റുകളിലൊക്കെ നമ്മുടെ ടൈലിൻ്റെ സെയിം കളറിലുള്ള അപ്പോക്സി മേടിച്ചിട്ട് ജോയിൻറ്റ് ഫില്ലറാണോ അപ്പോക്സി ആണോ എന്ന് എനിക്കറിയില്ല, ജോയിൻറ്റ് ഫില്ലറാണെന്ന് തോന്നുന്നു, അതാണ് നമ്മൾ ജോയിൻറ്റ്സിലൊക്കെ ഫില്ല് ചെയ്യാൻ ഉപയോഗിച്ചത്. 1 വർഷമായി ഇതുവരെ നമ്മുടെ ടൈല് ബെൻഡാവുകയോ അങ്ങനെ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ യാതൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ടൈലിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ടൈലുകൾ ആർക്ക് വേണമെങ്കിലും ബ്രാൻഡ് ചെയ്ത് വിൽക്കാം. കാരണം എന്താ വെച്ചാൽ ചൈനയിലും ഗുജറാത്തിൽ നിന്നും ഇഷ്ടംപോലെ ടൈല് നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ പേരിട്ട് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് ബ്രാൻഡ് ചെയ്ത് വിൽക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ പല ഷോപ്പുകളുടെയും സ്വന്തം ബ്രാൻഡുകളുണ്ട്. അതൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അത് തിരിച്ചറിയാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഒരു ബ്രാൻഡിനായിരിക്കും. അവർ പറയും ചിലപ്പോൾ ഇത് ഗൾഫിലുള്ളതാണ് യൂറോപ്പിലുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഹിഡൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഗുജറാത്തിൽ നിന്നോ ചൈനയിൽ നിന്നോ കൊണ്ടുവന്നിട്ട് ഒരു കണ്ടെയ്നറിൽ ടൈല് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു ഇറ്റാലിയൻ പേരിട്ടിട്ട് വിൽക്കുന്നതായിരിക്കും. കാരണം പണ്ട് നമ്മുടെ വീട്ടിൽ ഒരു 15 വർഷം മുമ്പ് നമ്മൾ വിരിച്ച ടൈലിൻ്റെ പുറകിൽ ആ ഒരു ബ്രാൻഡിൻ്റെ പേര് പഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ടൈലിൻ്റെ ബ്രാൻഡിൻ്റെ പേര് ഇതിൻ്റെ ബാക്കിൽ പ്രിൻ്റ് ചെയ്ത് വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രാൻഡഡ് ടൈല് തിരഞ്ഞെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനിയല്ല നിങ്ങൾ അപ്പോക്സി ഇട്ടാണ് വിരിക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു ചെക്ക് ഡിസൈൻ ഫോളോ ചെയ്യാതെ നല്ലൊരു ലേയിങ് പാറ്റേൺ ഒക്കെ ഫോളോ ചെയ്ത് ടൈല് വിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.